ഉപരോധ സമരം പ്രത്യേക പരിപാടി തുടരുന്നു. LDF സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തെ നേരിടാനെത്തിയ കേന്ദ്രസേനയ്ക്ക് ആശ്വാസത്തോടെ മടങ്ങാം. സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രസേനയ്ക്ക് രംഗത്ത് ഇറങ്ങേണ്ടി വന്നില്ല. പട്ടാളം ബാരക്കിൽ എന്നത് പറഞ്ഞു വഴകിയ മുദ്രാവാക്യമാണ്. എന്നാൽ LDF ഉപരോധ സമരം നേരിടാനെത്തിയ കേന്ദ്രസേനയെ ബാരക്കിൽ ഇരുത്തേണ്ടി വന്നു സർക്കാരിന്. ക്രമസമാധാന ചുമതല മുഴുവൻ നിർവഹിച്ചത് സംസ്ഥാന പോലീസായിരുന്നു. CRPF-ഉം BSF-ഉം CISF-ഉം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും ഉൾപ്പെടെ 4 അർദ്ധസൈനിക വിഭാഗങ്ങളാണ് LDF സമരത്തെ നേരിടാൻ കേരളത്തിലെത്തിയത്. എത്തിയ 20 കമ്പനി സേനയിൽ 10 കമ്പനിയെയും തലസ്ഥാനത്ത് നിലനിർത്തുകയും ചെയ്തു. ബാക്കി 12 കമ്പനി മറ്റ് ജില്ലകളിലേക്കും നീങ്ങി. എന്നാൽ യന്ത്രത്തോക്ക് മാത്രം ഉപയോഗിച്ച് പരിചയമുള്ള സേനയെ സമരത്തെ നേരിടാനെത്തിച്ച സർക്കാർ തീരുമാനം വിവിധ കോണുകളിൽ നിന്ന് വിമർശനം വിളിച്ചുവരുത്തി. പ്രതിപക്ഷത്തെ കൂടാതെ ഭരണപക്ഷത്തെ ചിലരും പ്രതിഷേധവുമായി രംഗത്തെത്തി. വിഷയം പാർലമെന്റിലും ഉന്നയിക്കപ്പെട്ടു. പോലീസിൽ വിശ്വാസമില്ലാത്തതാണ് സേനയെ എത്തിക്കാൻ കാരണമെന്നുവരെ ആക്ഷേപമുയർന്നു. എന്നാൽ സമരം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ സേനയെ പിൻനിരയിലിരുത്തി സുരക്ഷാ ചുമതല പൂർണ്ണമായും സംസ്ഥാന പോലീസ് ഏറ്റെടുത്തു. സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും സേനയെ വിന്യസിക്കേണ്ടി വന്നില്ല. സുരക്ഷാ മേഖലകളിലെല്ലാം സേനാംഗങ്ങൾ KSRTC ബസ്സുകളിൽ കാഴ്ചക്കാരായിരുന്നു. അതീവ സുരക്ഷ ഏർപ്പെടുത്തേണ്ട കന്റോൺമെന്റ് ഗേറ്റിൽ പോലും പോലീസും സ്കോർപിയോൺ കമാൻഡോകളും മാത്രമാണ് രംഗത്തിറങ്ങിയത്. ചുരുക്കത്തിൽ അനിശ്ചിതകാല സമരം മുന്നിൽ കണ്ട് സകല സജ്ജീകരണവുമായി പ്രതിരോധിക്കാനെത്തിയ അർദ്ധസേനാ വിഭാഗങ്ങൾ സമരക്കാഴ്ചകൾ കണ്ടു മടങ്ങി. മിഥുൻ സുരേന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. 2 ദിവസം തലസ്ഥാന നഗരത്തെ നിശ്ചലമാക്കിയ സമരം ജില്ലയിലെ സാധാരണക്കാരെയാണ് ഏറെ വട്ടം ചുറ്റിച്ചത്. ആശുപത്രികളിലേക്ക് തിരിച്ചവരുടെയും യാത്രക്കിടയിൽ പെരുവഴിയിലായവരുടെയും ദുരിതമായിരുന്നു ഏറെയും. നഗരാതിർത്തിയിൽ നിന്നും അതിർത്തിക്കപ്പുറം നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്ക് തിരിച്ചവരും നഗരത്തിലെത്തിപ്പെട്ടവരുമാണ് ദുരിതമനുഭവിച്ചവർ. നഗരാതിർത്തിക്കപ്പുറത്തു നിന്നും നഗരത്തിലെ സർക്കാർ ആശുപത്രിയിലെത്തിയ രോഗികൾക്ക് അധിക ചെലവിൻ്റെയും യാത്രാ ദുരിതത്തിൻ്റെയും അനുഭവങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ആട്ടോ പിടിച്ചു വന്നു മക്കളെ, മേലെ ചെയ്ത പൈസ ആട്ടോയ്ക്ക് കൊടുക്കും. ഇങ്ങനെയാണ് നാട്ടുകാർ സ്ഥാപിക്കുന്നത്. ബസ്സുമില്ല, റോഡൊക്കെ വേണം പോലെ കിടക്കണം. അങ്ങോട്ടൊക്കെ പരിചയമുള്ള ആട്ടോ ഇട്ടാൻ നിന്നെ നോക്കിയിരിക്കുന്നത്. നടന്നു വരാൻ വയ്യ, തല ചുറ്റായോണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് ചോദിക്കുന്ന കാശ് കൊടുത്തും പോലീസ് ബോർഡ് വെച്ച KSRTC ബസ്സുകളിൽ സീറ്റ് പിടിച്ചുമാണ് പലരും ജനറൽ ആശുപത്രിയിൽ എത്തിപ്പെട്ടത്. 35 രൂപ ആട്ടോയ്ക്ക് കൊടുത്താണ് ഇവിടെ വന്നത്. ശരിക്കും കഷ്ടപ്പെട്ടാണ് വരുന്നത്. നമ്മൾ ഈ രോഗികളായ ഞങ്ങളായിട്ട് എന്തിനു കഷ്ടപ്പെടുത്താൻ പോയതവരൊക്കെ. വെള്ളയമ്പലത്തും പട്ടത്തും ബസ് സ്റ്റോപ്പുകളിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നവരും ഒട്ടേറെ. അരമണിക്കൂർ കൂടുതൽ ബസ് വന്നിട്ട് ബസ്സില്ലാത്തതിന് കാത്തിരിക്കുകയാണ്. വരുമെങ്കിൽ പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, നടക്കാനേ പറ്റൂ. മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെ സ്റ്റാച്യു ജംഗ്ഷനിലെ മിക്ക കടകളും 2 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. സമരക്കാരെ ആശ്രയിച്ച് ഹോട്ടലുകളും പെട്ടിക്കടകളും മാത്രം തുറന്നു. പുറത്തുനിന്നുള്ള ഒറ്റ ആരും ഒരു ബിസിനസ്സേ ഇല്ല. പക്ഷേ ഇവരുടെ ബിസിനസ് നമുക്ക് ഉണ്ട്. വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെ തുറന്നു വെച്ചേക്കണം എന്നുള്ളതേ ഉള്ളൂ. സമരവിജയത്തോടെ ഇടതുപക്ഷവും നന്ദി പറഞ്ഞ് സർക്കാരും പിരിയുമ്പോൾ ഈ ദുരിതം ഇനിയുണ്ടാകില്ലെന്ന പ്രതീക്ഷയൊന്നും ഇവർക്കില്ല. വിനോദ് ജനാർദ്ദനൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഉപരോധ സമരം പ്രത്യേക പരിപാടി തുടരും. ഒരു ഇടവേളയ്ക്ക് ശേഷം.